നമ്മളുടെ കോണ്ടാക്ട്സും പല പാസ്വേഡ്സുകളും ഫോട്ടോസും ഒക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെയിൽ ഐ ഡി ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. മെറ്റയിൽ നിന്ന് മില്യൺ കണക്കിന് പാസ്വേഡ്സുകൾ ലീക്കായി എന്നുള്ള റീൽസ് നമ്മൾ പല തവണ കണ്ടിട്ടു. നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ അക്കൗണ്ട് കയറിയിട്ട് അത് സെക്യൂർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ എന്റെ ഫ്രണ്ടിനായിട്ട് ഈ ഒരു സംഭവമൊക്കെ നടന്നതിന് ശേഷം ഞാൻ ഫേസ് ടൈം ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞു എന്റെ ഗൂഗിളിൽ ഞാൻ ടു സ്റ്റെപ്പ് ഒക്കെ എനേബിൾഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ടു സ്റ്റെപ്പ് മാത്രമല്ല മറ്റ് പല സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എനേബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തന്നു. നോക്കുന്ന സമയത്ത് അത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾഡ് അല്ല. നമ്മളുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, നമ്മൾ പാസ്വേഡ് അറിയില്ലെങ്കിൽ ട്രൈ അനദർ വേ എന്നുള്ളത് അടിക്കുമ്പോൾ മറ്റ് നമ്മളുടെ ഫോണിലോ മറ്റെവിടെ ഒരു പോപ്പപ്പ് വരും, എന്നിട്ട് നമ്മൾ എസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അല്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും മറ്റെന്തെങ്കിലും ഒരു പ്രോസസ് മറ്റെന്തെങ്കിലും ഒരു വഴിയിലൂടെ ഒരു സെക്കൻഡ് ഓതന്റിക്കേഷനും കൂടി കൊടുത്തെങ്കിൽ മാത്രം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എനേബിൾഡ് ആണോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്യുക, നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് സൈഡിലേക്ക് വന്ന് നോക്കി സെക്യൂരിറ്റി ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആണോ അല്ലേ എന്നുള്ളത്. ഇനീഷ്യലി നിങ്ങൾ അത് ഓൺ ആക്കി വെക്കാം. മറ്റെന്തെല്ലാം സെക്യൂരിറ്റി ഓപ്ഷൻസ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതെങ്ങനെയെല്ലാം എനേബിൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. താങ്ക് യു.